ഹായ് ഗൈസ്. അപ്പോൾ ഈ ആഴ്ചത്തെ ചലഞ്ച് ഞങ്ങൾക്കാണ് കിട്ടിയിരിക്കുന്നത്, എൻ്റെ ടീമിന്. അതിൽ ഞാനുണ്ട്, പിന്നെ ജോസിയുണ്ട്, വിഷ്ണു, റോയി അച്ചാച്ചൻ, ഞങ്ങൾ 4 പേരാണ്. അപ്പോൾ അതിന് അവരന്ന് ഞായറാഴ്ച രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമാണ് ചെയ്തത്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ ശനിയാഴ്ച അവർ ചെയ്തില്ല. സാധാരണ ശനിയാഴ്ച വൈകിട്ട് ഞായറാഴ്ച ഉച്ചക്കകത്തെയാണ് നമ്മുടെ പരിപാടി. അപ്പോൾ ഇന്ന് ഞങ്ങൾ ശനിയാഴ്ച വൈകിട്ട് ചിക്കനൊക്കെ റെഡിയാക്കാം. അഭിരാമിയോട് കാണിച്ചോട്. അതെ അതെ, ഞാൻ എതിർ ടീമാണെങ്കിലും എൻ്റെ എല്ലാ സഹകരണവും. ചിക്കൻ സ്റ്റൂ ആണ് ഇന്ന് ഉണ്ടാക്കുന്നത്. വൈകിട്ടത്തേക്ക് വീശപ്പം ആണ്. അപ്പം അതിനുള്ള പരിപാടികളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുക. കിഴങ്ങ് തേട് മമ്മി അരിയുന്നു. മമ്മി വീഡിയോയ്ക്കകത്ത് വരത്തില്ലെന്നാ പറഞ്ഞേക്കുന്നത്. ഇതിൽ പെടുന്നതല്ല, ഇത് ഫിഷ് കട്ട്ലേറ്റ് ആണ്. മമ്മിക്ക് വന്നപ്പോൾ മമ്മിക്ക് 2 ഉണ്ടാക്കി കൊടുക്കാന്ന് വിചാരിച്ച്. അത് മൂത്തില്ലെന്ന്, അതുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് മൂപ്പിച്ചു കൊടുക്കണം. ഞങ്ങൾ ഉദ്ദേശിക്കുന്ന സദ്യ അല്ല, ഇറച്ചി മീനും വെച്ച് പിന്നെ ബാക്കി എല്ലാം, അതായത് ചോറ്, ചിക്കൻ റോസ്റ്റ്, മീൻകറി, മോര്, സാമ്പാർ, തോരൻ, അവിയൽ, പച്ചടി 2 സൈസ്, പരിപ്പ്, പപ്പടം, പിന്നെ ഇഞ്ചിക്കറി, അച്ചാറ്, ഇതൊക്കെയാണ് നമ്മുടെ ഐറ്റംസ്. എന്തൊരു എൻജോയ് ചോദിക്കുന്നത്. ചിക്കൻ സ്റ്റൂവിനുള്ള പരിപാടി നടക്കുവാണ്. രാത്രിത്തേക്കിനുള്ള ഞാനല്ല വെക്കുന്നത്, ഇളക്കുന്നുള്ളതേ ഉള്ളൂ. മോൾ ചേച്ചി വെക്കുന്നത്, അസിസ്റ്റന്റ് കുക്കാണ്. മെയിൻ ഷെഫിനെ കണ്ടില്ല ഗ്രൂപ്പില്. മെയിൻ ഷെഫ് ഇതുവരെ പുറത്തോട്ട് നോക്കിയിട്ടില്ല. മെയിൻ ഷെഫിനെ തിരക്കുന്നു ഗ്രൂപ്പിൽ. മെയിൻ ഷെഫ് ഇന്ന് ലീവാ, നാളെ ആയിരിക്കും മിക്കവാറും രംഗത്ത് ഇറങ്ങുന്നത്. ഓക്കെ, ഇതിനകത്ത് സവാളയുണ്ട്, പച്ചമുളകുണ്ട്, ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളിയുണ്ട്, സവാളയുണ്ട്, ക്യാരറ്റുണ്ട്. ഇനി ചിക്കൻ കഴുകി വെച്ചേക്കുന്നത്. ഇതൊന്ന് ഇതായതിനു ശേഷം നമുക്ക് ചിക്കനും ഇട്ടൊന്ന് ഇതാക്കി തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് റെഡിയാക്കി എടുക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി റെഡി ആയിട്ട് നോക്കാം. ഉച്ചയ്ക്ക് ഞാൻ പറഞ്ഞേ ഞങ്ങൾ വീഡിയോ ഒന്ന് എടുത്തതാ. നിങ്ങള് ഗ്രൂപ്പുകാരും നിങ്ങൾ ഇത് ആൾക്കാർ തന്നെ എടുത്താൽ നമുക്കിതില്ല. നിങ്ങൾ യോജിക്കുന്ന കണക്കൊക്കെ എടുത്താൽ ഈ ഒരു ഗ്രൂപ്പും ഇത് മാത്രമല്ലല്ലോ, റൊട്ടേറ്റ് ആയി വരുമല്ലോ ഇനി അടുത്ത ആഴ്ച. അത് വരട്ടെ. ചിലപ്പോ ചിക്കൻ കാണും, പല സംഭവം കാണും. മുങ്ങി തപ്പോ ചിക്കൻ കിട്ടും. വേണ്ടവര് കഴിച്ചാൽ മതിയുടെ. അത് തന്നെ നിങ്ങളൊക്കെ വെച്ചപ്പോ ഞങ്ങളെല്ലാരും കഴിച്ചില്ലേ? എല്ലാരും സഹായിച്ചിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പോയി. ഇല്ല അടുത്ത ആഴ്ച. അയ്യോ ഇപ്പൊ ഭയങ്കര പഞ്ച്വാലിറ്റി ആണ് കേസ്. 10 മണിക്ക് ഞങ്ങള് വെളിയിൽ നാളത്തെ സദ്യക്ക് വേണ്ടിയിട്ടുള്ള മമ്മിയുടെ ഒരു അടിപൊളി കിടിലൻ ഇഞ്ചിക്കറിയാണ് ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നത്. ഇഞ്ചിയെല്ലാം വറുത്ത് കഴിഞ്ഞാ? ഉള്ളി വറുത്തോണ്ടിരിക്കുന്നില്ലേ? അപ്പൊ നമ്മുടെ ചിക്കൻ സ്റ്റൂ വെന്തിറങ്ങി അടച്ചു വെച്ചിരിക്കുകയാണ്. അപ്പൊ നമുക്കൊന്ന് നോക്കാം എങ്ങനെയുണ്ടെന്ന്. നല്ല സെറ്റായിട്ടിരിക്കുകയാണ് ചിക്കൻ സ്റ്റൂ. ഇവിടെ എല്ലാരും ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കുക. ശിവാജി ചേച്ചി ഋതുക്കുട്ട കഴിച്ചോ? കഴിച്ചോ? സൂപ്പറായിരുന്നോ? സൂപ്പർ. സൺഡേ സ്കൂളിൽ നോട്ട് എഴുതുക. റോബിങ്ങൾ സംഭവം എല്ലാം ഓക്കെ ആയിരുന്നു, പക്ഷെ കിഴങ്ങ് കൂടുതലായിരുന്നു. ഗ്യാസിന്റെ പ്രോബ്ലം ഞങ്ങള് കുറച്ചു മുമ്പേ കണ്ട്. ഈ പറഞ്ഞ ചിക്കൻ ചൂട് കൂട്ടിക്കൊണ്ട് കിഴങ്ങ് ചൂട് കുറയ്ക്കണം എന്നുള്ളത് എന്റെ അഭിപ്രായം. ഈ ടീമിനോടുള്ള എങ്ങനെയുണ്ട് ഇടിയപ്പം സ്റ്റൂ കറിയൊക്കെ? സൂപ്പറായിരുന്നു. 6 ഇടിയപ്പം എടുത്ത് 4 ബ്രെഡ് 6 ഇടിയപ്പേ ഉള്ളൂ. 4 ബ്രെഡും എടുത്തായിരുന്നു. അല്ല അതെല്ലാം പോട്ടെ, അതിന് മുമ്പേ ഒരു സെറ്റ് പൊറോട്ട ഇങ്ങോട്ട് വരുന്നുണ്ട്. ഓക്കെ, 6 10
10 ഒരു 3 റെഡ് അത്രേ. ഹലോ ഗായ്സ്, അപ്പോൾ രാവിലത്തെ പരിപാടിയെല്ലാം തുടങ്ങിയിരിക്കുകയാണ്. നമുക്കൊന്ന് പോയി നോക്കാം. എന്തോ ചേച്ചി രാവിലത്തെ പരിപാടി? നമ്മളപ്പോൾ ചിക്കനുള്ള സവാള അരിയുക, എല്ലാം അവിടെ ഇവിടെയൊക്കെ ആക്കി വെച്ചേക്കുന്നു. കൊച്ചുള്ളിയൊക്കെ അരിഞ്ഞ് വെച്ച് തേങ്ങ തിരുവി സാമ്പാറിനും അവിയലിനുള്ള കഷ്ണങ്ങളൊക്കെ റെഡിയാക്കുന്നു. തോരന് മീൻകറിയായി. രാവിലെ മീൻകറി അങ്ങ് വെച്ച് ആ മീനിനകത്ത് പുളിവും എരിവും എല്ലാം ഇറങ്ങണമെന്നുണ്ടെങ്കിൽ നേരത്തെ വെച്ചെങ്കിലേ അതിൻ്റെ ഒരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ബാക്കി പരിപാടി ഇനിയിപ്പോൾ ചിക്കൻ റെഡിയാക്കണം. ബാക്കി കാര്യങ്ങളൊക്കെ 12 മണിയാകുമ്പോഴത്തേക്ക് നമുക്ക് എല്ലാം സെറ്റാക്കി അടുക്കളയിൽ നിന്ന് ഇറങ്ങാനുള്ള പരിപാടിയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് വഴിയെ ഓരോന്ന് വെക്കുന്നത് കാണാം. തോരനുള്ളതെല്ലാം അരിഞ്ഞ് റെഡിയാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ പെട്ടെന്ന് തോരൻ അടുപ്പത്തോട്ട് വെക്കാം. അത് വെള്ളരിക്ക പച്ചടിക്കുള്ള വെള്ളരിക്ക അരിഞ്ഞും. ഇപ്പോൾ ബീട്രൂട്ട് എടുക്കണം. ബീട്രൂട്ടിനോട് അരിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം പെട്ടെന്നാവും. ബാക്കി ചിക്കനൊക്കെ ഇത് കഴിഞ്ഞിട്ടേ ഉള്ളൂ ചിക്കൻ്റെ പരിപാടികളൊക്കെ. സൺഡേ ആയതുകൊണ്ട് എല്ലാവരും റെസ്റ്റിലാണെന്ന് തോന്നുന്നു. കുറച്ച് പേര് പള്ളിയിൽ പോയി. എനിക്ക് തോന്നുന്നു റോയിച്ചാൻ പള്ളിയിൽ പോയോ ഇല്ലാന്ന് എനിക്കറിയത്തില്ല. വിഷ്ണു ഇപ്പോൾ വരും. ബാക്കി ഇപ്പോൾ അവിയൽ കൊണ്ട് അടുപ്പത്തോട്ട് വെച്ച്. സാമ്പാർ ഓൾറെഡി ഞാൻ അടുപ്പത്ത് വെച്ചു, പക്ഷെ അത് കാണിക്കാൻ മറന്നുപോയി. സ്മിത ഒന്ന് കാണിയത് പുറത്ത് വേണ്ട കുക്കർ. എൻ്റെ പച്ചടിക്കുള്ള ബീട്രൂട്ട് വേവുന്നു. ഓരോ കാര്യങ്ങളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾക്ക് അന്നേരം അപ്ഡേറ്റ്സ് ഞങ്ങൾ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ചിക്കൻ കറിക്കുള്ള തയ്യാറെടുപ്പിലാണ്. ബാക്കിയെല്ലാം ഒരുമാതിരിയായി. ഇനി എല്ലാത്തിനും നമ്മൾ കടുക് വറുത്തിട്ടാൽ മതി. അപ്പോൾ ചിക്കൻ കറി കറണ്ട് പോയി. അതിപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ടിരിക്കുക. പച്ചവളമൊക്കെ തെറിച്ച് പോകും. ചേച്ചി എന്തോട് ചെയ്യുന്ന തകൃതിയായിട്ട്? പണ്ടത്തെ അമ്മച്ചിമാര് മുറുക്കാൻ ഇടിക്കുന്ന കണക്ക് ഞാൻ ഇവിടെ ഇടിച്ചോണ്ടിരിക്കുകയാണ്. ഇതെന്തിനു വേണ്ടിട്ടാ? ചിക്കൻ റോസ്റ്റിന് വേണ്ടിട്ടാ? ചിക്കന് വേണ്ടിട്ട് ആനിടി മുറുക്ക ഇടിക്കണ ഇടിക്കണം. ആനിടി അങ്ങോട്ട് കഷ്ടപ്പെടണം. രണ്ട് റോബിയാസിന് ഇവിടെ പച്ചക്കറിയൊക്കെ നട്ടു വെച്ചിരിക്കുകയാണ് കേട്ടോ. എല്ലാ സൈസ് സാധനങ്ങളും ഉണ്ട്. ഇനി അടുത്ത ഇതിന് നമ്മൾ പുറത്തുനിന്ന് സദ്യക്ക് സാധനം മേടിക്കാതെ ഇവിടുന്ന് എടുത്തു വെക്കാം കേട്ടാ. ഇതൊക്കെ കിളിച്ച് ചേർത്ത് പരിപ്പിനുള്ള പയറാണ് അടുപ്പത്തിരിക്കുന്നത്. പിന്നെ 2 സൈസ് പച്ചടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിനകത്ത് കടു വറുത്ത് വെച്ചാൽ മതി. പിന്നെ വേറെ ഏതൊക്കെയോ സാധനം ഉണ്ടാക്കി അപ്പുറത്ത് അടുക്കളയിൽ വെച്ചിട്ടുണ്ട്. നമുക്ക് നോക്കാം എന്താണ്. ആഹാ, തോരൻ, അവിയല്, ആഹാ നല്ല അടിപൊളി മീൻകറി. ഓക്കെ, അപ്പൊ നമ്മുടെ ചിക്കൻ റോസ്റ്റിനകത്ത് ഉള്ളിയൊക്കെ നല്ലതായിട്ട് വണ്ടിരിക്കുന്നു. പിന്നെ തക്കാളി ഇട്ട അതിനകത്ത് എല്ലാം ഇട്ട്. എന്നിട്ട് മസാല ഇതെന്തൊക്കെയുണ്ടോ മീനകത്ത്? മല്ലിപ്പൊടി, ചിക്കൻ മസാല, കറി മസാല, മല്ലിപ്പൊടി, മുളക് പൊടി കലക്കിനകത്ത് ഒഴിക്കും. അങ്ങനെ അത് വഴണ്ട് വന്നല്ലേ ചേച്ചി? ചിക്കൻ ഇടാവല്ലേ? അങ്ങനെ നമ്മൾ ചിക്കൻ ഇടുകയാണ്. നല്ലോണം മിക്സ് ചെയ്യണം. വെള്ളം ഒഴിച്ചില്ലല്ലേ ചേച്ചി? നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഇനി ഇതിന്ന് ഒന്നുകൂടെ ഒന്ന് ഡ്രൈ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് പെരണ്ടിരിക്കണം ചിക്കൻ റോസ്റ്റ്. തേങ്ങ കൊത്തിട്ട് ഒന്ന് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കടിച്ചൊരു ടേസ്റ്റിന് വേണ്ടിയിട്ട് നമ്മൾ തേങ്ങ കൊത്ത് വറുത്തിട്ടത്. ഇനി കുറച്ച് നേരം ചെറിയ തീര് കിടന്ന് വെന്ത് ഇപ്പൊ ചിക്കൻ നല്ല സെറ്റായി. ഇത് രസമുണ്ട് കാണാൻ തന്നെ. ലാസ്റ്റ് ഘട്ടത്തിലോട്ട് നമ്മൾ കിടക്കുവാണ്. പച്ചടിക്കും പരിപ്പിനും എല്ലാം കടു വറുത്തൊഴിക്കാൻ. സ്ഫോടകം പിടിച്ച പരിപാടിയാണിത്.
കടു വറുത്ത് പരിപ്പിന് ഒഴിക്കുകയാണ്. ഇനി എന്തോ പച്ചടിക്ക്. ഇതെന്തോ പച്ചടിയാണ്? അതെന്തോ മറ്റെന്തോ വെള്ളരിക്ക ബീട്രൂട്ട് പച്ചടി. ചേച്ചി എന്തോ കൊടുക്കുന്നു? നാരങ്ങേച്ചാറ് മാങ്ങേച്ചാറ് വീട്ടിൽ ഇട്ടല്ലേ? ചേച്ചി പായസത്തിന്റെ പരിപാടിയൊക്കെ എന്തോ? ഇത്ര ഉഷാറൊക്കെ കാണും ഞങ്ങൾക്ക്. ഉള്ള ഉഷാറുള്ള പായസങ്ങൾ കുടിച്ചാൽ നിങ്ങളുടെ കാര്യത്തിൽ ഞങ്ങൾ അല്ല നിങ്ങളുടെ കഴിഞ്ഞില്ലല്ലേ. ഇവിടെ വരട്ടെ, അന്ന് ഈ ഉഷാറ് കാണണം. ചേച്ചി എന്തോ ചൗരി. ഇത് ആക്ച്വലി ഞങ്ങളുടെ ഇതിനകത്ത് ഇല്ലാത്ത സാധനമാണ്. പിന്നെ അവസാനം ഇവിടെ ഓരോരുത്തർ പായസം കുടിച്ചിട്ട് ഇറങ്ങി പൊത്തിനകത്ത് പറഞ്ഞതിന്റെ പേരിൽ മാത്രം ഒരിച്ചിരി പായസം വെക്കുവായിരുന്നു. അയ്യോ ഏലക്ക പൊടി കഴിക്കണം. ചേച്ചി റെഡിയായോ? പായസം അടിപൊളി സേമിയ ചൂടോടെ സെർവ് ചെയ്യാം. അപ്പോൾ ഗൈസ് ഞങ്ങളുടെ ഫുഡെല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ സ്പെഷ്യലായിട്ടൊന്നുമില്ല, സാധാ ഇത് തന്നെ. ചോറ്, പരിപ്പ്, പപ്പടം, സാമ്പാർ, മോര്. പറയണ എന്തൊക്കെയാന്ന് കണ്ടറിയത്തില്ല. മാങ്ങാച്ചാറ്, നാരങ്ങ, ഇഞ്ചി, പിന്നെ പച്ചടി, 2 സൈസ് പച്ചടി, ചിക്കനും മീനും, അവിയലുണ്ട്. അപ്പം ഞങ്ങളുടെ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി എല്ലാവരോടും കഴിച്ചിട്ട് എങ്ങനെയുണ്ടെന്ന് നമുക്ക് അഭിപ്രായം ചോദിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ അവരെ ടീം അംഗമായ റോയി ഇപ്പോൾ വെട്ടുകാട് പള്ളിയിലേക്ക് അവൻ വീട്ടുകാരോടൊപ്പം പോകാനായിട്ടിരിക്കുന്നതുകൊണ്ട് അവൻ മാത്രമായിട്ട് ഇപ്പോൾ കഴിക്കുക. ബാക്കിയുള്ളവർ കഴിക്കുന്നില്ല. കുഞ്ഞുങ്ങളും അവനും എല്ലാം ഇരിക്കുകയാണ്. അപ്പോൾ ഇപ്പോൾ പോകുന്നുണ്ട്. എപ്പോഴാണ് പോകുന്നത് റോയി? 2:30 ആകുമ്പോഴത്തേന്. അപ്പം അവൻ പള്ളിയിൽ പോകുന്നതുകൊണ്ട് അവൻ നേരത്തെ കഴിക്കും. എങ്ങനെയുണ്ട് കഴിച്ചിട്ട് അഭിപ്രായം പറയും. നിങ്ങൾ തന്നെ നിങ്ങളെ പള്ളിക്കുത്തി ഉണപ്പിക്കുന്നതൊക്കെ അത് കൃത്യമായിട്ട് പറയണം. നിങ്ങൾ അഭിപ്രായം പറയുന്നില്ലേ? ശരി. ഇത് കൂട്ടാ എങ്ങനുണ്ട്? കൊള്ളാമാ? സൂപ്പറാമാ? രസം എങ്ങനുണ്ട്? ഫുഡ് എങ്ങനുണ്ട്? എല്ലാം ഇഷ്ടപ്പെട്ടാ? എങ്ങനുണ്ട് മോനെ? എന്നാ മോളെ നീ മമ്മിയുടെ ടീമാന്നല്ലേ? ഇപ്പൊ എല്ലാരും ഫുഡ് കഴിക്കുവാണ്. ചേച്ചി തളർന്ന ആർക്കും ഇങ്ങോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാൻ വയ്യ. ഫുഡ് കൊള്ളാം. പക്ഷെ നിങ്ങൾ പറയുന്നത് നമ്മളൊരു വെറൈറ്റി ഡിഷാണ് പ്രതീക്ഷിച്ചത്. അടിപൊളി നാടൻ സദ്യ അല്ല, വെറൈറ്റി ഉദ്ദേശിക്കുന്നത് സദ്യക്ക് ഇതെല്ലാം നല്ല അടിപൊളിയാണ്. എല്ലാം ഉണ്ടാക്കിയതെല്ലാം വളരെ ഇതാണ്. അത് അവരുടെ മെയിൻ കലാവിരുതാണ്. നമ്മൾ കഴിക്കാത്ത സാധനങ്ങളെ കുറിച്ച് പരീക്ഷണം നടത്തുന്നതായിരിക്കും. കഴിക്കാത്ത സാധനം എന്ന് ഉദ്ദേശിച്ചത് നമ്മൾ റെഗുലറായിട്ട് നമുക്ക് എത്തിപ്പെടാൻ പറ്റാത്ത സാധനങ്ങളെ കുറിച്ച് ഞാൻ പറഞ്ഞല്ലോ. കഴിക്കാത്ത സാധനം നമുക്ക് കൊണ്ടുവന്ന് തന്നെ ആർക്കും തിന്നത്തില്ല കഴിച്ചത്. അപ്പം അതേ ഉള്ളൂ. ബാക്കിയുള്ള ഈ സംഭവം എന്ന് പറഞ്ഞാൽ ഇവരുടെ ഫേവറേറ്റ് ടീം വർക്കിനകത്തുള്ള സംഭവം. ഇതെല്ലാം ഓക്കെ, എല്ലാം ഒന്നിനൊന്ന് മെച്ചമാണ്. വിഷ്ണു അണ്ണ ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞു കേട്ടല്ലോ, എന്താണ് പറയാനുള്ളത്? അതെന്ത് ചവച്ച് കാണിക്കുന്നു? നല്ല സദ്യയാണ്. പറഞ്ഞോളൂ. ചിക്കൻ കറിയാണ്, സൂപ്പർ ചിക്കൻ കറിയാണ്. നല്ല അടിപൊളി ചിക്കൻ കറിയാണ്. അഭിരമൻ ചേച്ചി
നല്ല സദ്യയായിരുന്നു. വെറൈറ്റി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും സദ്യ എപ്പോഴും ഒരു പ്രത്യേകതയാണല്ലോ. നല്ല രസമുണ്ട്, നല്ല ടേസ്റ്റ്. സോപ്പോ അടിപൊളിയായിരുന്നു. ഞാൻ ഇന്ന് അടിപൊളി പറയും എന്നും പറഞ്ഞില്ലേ. ചേച്ചി അടിപൊളിയായിരുന്നു കേട്ടോ. പായസം വരുന്നത് കുടിച്ച് സെക്കൻഡ് ഇത് നോക്കിയാണ് എല്ലാം അവിടെ ഏതായാലും ഞാൻ പറഞ്ഞില്ല ആരും. നമ്മളോട് അപ്പുറത്തിരിക്കുന്ന ആൾ എഴുതിട്ടു അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ രഞ്ജേഷിൻ്റെയും ടീമിൻ്റെയും ടീം വർക്കൊക്കെ കണ്ടല്ലോ. നല്ല അടിപൊളി ഒരു സദ്യയാണ് നമുക്ക് വേണ്ടി ഒരുക്കിയിരുന്നത്. നല്ല ടേസ്റ്റ് ആയിരുന്നു, സൂപ്പറായിരുന്നു. അപ്പം ഇനി വരും ആഴ്ചകളിൽ നമ്മൾ അടുത്ത ടീമുകൾ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ അവർ എന്ത് പുതിയ വെറൈറ്റി ഡിഷസാണ് കൊണ്ടുവരുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പം ആ വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനി ബാക്ക് ടു ബാക്ക് വരുന്നുണ്ട്. അപ്പം ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.